Hi friends, Assalamualaikum. Welcome back to my channel. ഞാനും നിങ്ങളും എല്ലാവരും കോഴീനെ വളർത്തുന്നവരാണ്. കോഴീനെ ഇപ്പോൾ ഒരെണ്ണം ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, 100 ആയിക്കോട്ടെ. അപ്പം നമ്മൾ ഒരുപാട് വെറൈറ്റീസിനും കാര്യങ്ങളൊക്കെ വളർത്തുന്നവരാണ്. അപ്പോൾ വളർത്തുന്നവർക്ക് ചെറിയൊരു അബദ്ധം പോലും പറ്റാൻ പാടില്ല അല്ലേ? അങ്ങനെ ഒരു നമ്മൾ എത്ര കെയർഫുള്ളായിട്ട് ചെയ്താലും ചില ദിവസങ്ങളിൽ നമുക്കൊരു ചെറിയൊരു അബദ്ധമൊക്കെ പറ്റും. അങ്ങനെ ഒരു അബദ്ധം പറ്റി കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതുപോലൊരു നഷ്ടം നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും നിങ്ങൾ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരു കോഴികളെ വളർത്തുന്നവർക്ക് പ്രത്യേകം ഒരു ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവമാണ്. അപ്പോൾ അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കും പലർക്കും ഉപകാരപ്പെട്ടേക്കാം എന്ന് കരുതിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇതും കൂടി ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് എൻ്റെ കയ്യിൽ നിന്നും അതെന്ത് സംഭവിച്ചു എന്നറിയില്ല. കാരണം നമുക്ക് ഒരു അബദ്ധം പറ്റിയതാണോ അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ ഓവർ കോൺഫിഡൻസ് ആണോ എന്നറിയില്ല. നമുക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അബദ്ധമല്ല, നമ്മുടെ ഇന്നൊരു പാഴ്ച പറ്റിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വഴിയേ പറയാം. അപ്പോൾ ഇതാ ഇന്ന് വൈകുന്നേരം ഞാൻ സ്പെഷ്യലായിട്ടൊന്നും ഫുഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്ക് ഞാൻ ലെയറും ഗോതമ്പോടും മിക്സ് ചെയ്താണ് നമ്മൾ ബക്കറ്റിൽ വെച്ചേക്കണത്. അപ്പോൾ ഇന്ന് അവർക്ക് അതാണ് ഞാൻ കൊടുത്തത്. രാവിലെ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഗോതമ്പും ലെയറും തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ അവർ അത് കാത്തിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ BSF ലാർവ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ അതും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അത്യാവശ്യം ഇന്ന് വേണ്ട പ്രോട്ടീനും ഒക്കെ എല്ലാം ആ BSF ലാർവ എന്ന പുഴുവിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കുറച്ച് വേസ്റ്റൊക്കെ എല്ലാം അവർ ചിക്കി തന്നെ അവർ കഴിച്ചോളും. അപ്പോൾ അവൻ്റെ ഒരു പുഴുവിനെ പോലും ഒരു വേസ്റ്റ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് അത് കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിലും അത് BSF ഉണ്ടാകാറുണ്ട്. അപ്പം ഞാൻ ഒരു ബക്കറ്റോളം എല്ലാ ദിവസവും ഇങ്ങനെ എടുത്ത് വേസ്റ്റ് നമ്മുടെ അടുക്കള വേസ്റ്റ് എടുത്ത് മാറ്റി വെക്കും. അടുക്കളയിൽ ഞാൻ ഫുഡ് വേസ്റ്റ് ഇടാറില്ല. ഞാൻ നമ്മുടെ പച്ചക്കറി വേസ്റ്റുകളും ഉള്ളിത്തൊണ്ട് അങ്ങനെയുള്ള വേസ്റ്റുകൾ മാത്രമാണ് ഇടുന്നത്. ഫുഡ് വേസ്റ്റ് ഞാൻ കോഴിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്താറില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ അതിൻ്റെ അകത്ത് ബക്കറ്റ് നിറച്ച് നമുക്ക് പുഴുക്കളുണ്ടാക്കി കിട്ടും. ആ പുഴുക്കളെ നമുക്ക് കോഴികൾക്ക് വളരെ നല്ലതാണ്. മുട്ടയിടാനും ഹെൽത്തിനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഇതാണത്. അതെല്ലാം ഒട്ടുമിക്ക കോഴി വളർത്തുന്നവർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാനത് അവർക്ക് കോഴികൾക്ക് അതാണ് ഇന്ന് കൂടുതലായിട്ട് കൊടുത്തത്. അപ്പോൾ ഇന്നലെയായിട്ട് അതൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഇന്ന് വേറെ ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഇലകളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുമല്ലോ എല്ലാ ദിവസവും. അപ്പോൾ അത് ഇലകൾ അത്യാവശ്യം പുല്ല് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ സെപ്പറേറ്റ് ഫുഡിലൊന്നും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഇന്ന് മേളിൽ ഈ മൽബറി ഉണ്ട്. ഈ മൽബറി കംപ്ലീറ്റ് പഴുത്ത് ഈ നെറ്റിൻ്റെ ഇടയിൽ കൂടി താഴത്തേക്ക് വീണ കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇഷ്ടം പോലെ മരം നിറച്ച് ഇതുണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ അത് നിറച്ച് നമുക്കത് പറിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു വലേൻ്റെ ഒരു ചെറിയ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ കൈയിട്ട് നിങ്ങളെ കാണിച്ചു തന്നത്. അത് നമുക്ക് കിട്ടത്തില്ല, നമുക്ക് പറിക്കാൻ പറ്റില്ല. അത് കംപ്ലീറ്റ് കോഴികളാണ് തിന്നുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് മൽബറി എല്ലാ ദിവസവും കോഴികൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് നല്ല ഫ്രൂട്ട്സ് അവർ ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ കോഴികൾക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവർ നോക്കിയ ബാക്കിയുള്ള വേസ്റ്റാണ് അതിൻ്റെ അകത്ത് കൂടെ ചിക്കിച്ചകഞ്ഞ് കംപ്ലീറ്റ് അവർ ഉള്ള പുഴുക്കളൊക്കെ നോക്കി ചികിത്സകന് കഴിക്കുന്നുണ്ട്. പിന്നെ വരുന്ന ആ വേസ്റ്റ് ഞാൻ എടുത്ത് മാറ്റിയിട്ട് പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെടി നടാൻ വേണ്ടി മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്സായിട്ട് വെക്കുമ്പോഴത്തേക്ക് നല്ല വളമാണത്. അപ്പോൾ നന്നായിട്ട് ചെടി കിളുക്കാനും ഒക്കെ നന്നായി സഹായിക്കും. അതുകൊണ്ട് മണ്ണുമായിട്ട് മിക്സ് അങ്ങനെ തന്നെ വടിച്ചങ്ങോട്ട് മാറ്റി വെക്കും. അപ്പോൾ നമുക്ക് പുതിയ ചെടിയൊക്കെ നടുമ്പോഴും ഗ്രോ ബാഗ് ശരിയാക്കുമ്പോഴൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെടി നടുന്ന വീഡിയോസോ അല്ലെങ്കിൽ കൃഷി എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ അതും കൂടി ചെയ്യുന്ന വീഡിയോസ് എൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. ഇപ്പം ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഇവർക്ക് കുറച്ച് തീറ്റയും വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് 1-2 കൂടുകൾ കൂടിയുണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ നോക്കാം. അപ്പോൾ എന്താണ് ഞാൻ സംഭവിച്ചതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ, വഴിയേ പറയാം. അപ്പോൾ
അപ്പം നമുക്കിനി അടുത്ത കൂട്ടിലേക്ക് പോവാം. അപ്പോൾ അവിടെയുള്ള കുറച്ച് കോഴികളും കാര്യം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് കോഴികളെ സെയിൽ ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ അകത്തേക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നാടൻ കോഴിയും മറ്റു കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയിച്ചാൽ മതി. ഈ നമ്പർ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോസ് ആരെങ്കിലുമൊക്കെ കാണാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോസ് എടുത്ത് നോക്കുക. അതിൻ്റെ അകത്ത് നമ്പർ സഹിതമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പുതിയ കോഴികളാണ്. അപ്പോൾ ഇവർ ഇതെല്ലാം അപ്പോൾ ഈ ഒരു പെട മാത്രമേ ഇപ്പോൾ നമ്മുടെ ഉള്ളൂ. ഓൾറെഡി പെടയും പിന്നെ ഒരു 3 പെടയും കൂടി നമ്മുടെ ഉണ്ട്. ബാക്കിയെല്ലാം പൂവനാണ്. പൂവന് നമ്മൾ നല്ല ഭംഗിയുള്ള പൂവനുള്ളത് കണ്ടുകൊണ്ട് എടുത്തതാണ്. പൂവനെല്ലാം നല്ല പൂവനാണ്. ഫയോമീൻ്റെ പൂവന്മാരാണ് ഈ കിടക്കണെല്ലാം. പിന്നെ ഒരെണ്ണം പുള്ളിക്കോഴി പൂവനുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ള എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നല്ല പൂവന്മാരാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ എല്ലാം എടുത്തതേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള പൂവന്മാർ. ഒത്തിരി പേര് നമ്മളെ പൂവൻ അന്വേഷിച്ച് നല്ല നാടൻ പൂവനുണ്ടോ എന്ന് അന്വേഷിച്ച് വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നല്ല പൂവന്മാരൊക്കെ കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ്. പെടകൾ വളരെ കുറവായിരുന്നു. ഇനിയിപ്പോൾ ഓൾറെഡി ഒരു 4 നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കിയൊക്കെ സെയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതെല്ലാം വിഷയമല്ലേ പറയാം. ഈ കോഴികളെ നമ്മൾ വളർത്തുമ്പോഴത്തേക്കും 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോസിൽ. അതായത് നമ്മൾ കോഴികളെ വളർത്തുന്ന കൂടുകളെ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കൂടുകളുണ്ടല്ലോ, ഇതിനകത്ത് നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ കൂട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ 2 കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം നല്ല സ്ട്രോങ് കൂടായിരിക്കണം. ചെറിയ പച്ച നെറ്റ് പോലുള്ള ചെറിയ നെറ്റുകൾ ഉപയോഗിച്ച് ഒരു കാരണവശാലും നിങ്ങൾ ഈ കോഴികൾക്ക് കൂടുണ്ടാക്കരുത്. എന്നുവെച്ചാൽ മെയിൻ കാരണം എന്ന് വെച്ചാൽ പട്ടീനെ ശല്യമായിരിക്കും. ഇതുപോലെ നല്ല സ്ട്രോങ് കൂടായിരിക്കണം. സ്ട്രോങ് കൂടാകുമ്പോൾ നമുക്ക് ആ കൂട്ടിൽ നമ്മൾ സേഫായിട്ട് വെച്ചാൽ നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ കോഴി നഷ്ടപ്പെടില്ല. പിന്നെ ഇവിടെ കണ്ടോ, തൂവലൊക്കെ ഉണ്ടോ, അതിനൊരു കാരണം കൂടിയുണ്ട്. ഈ കൂട് ഇന്നലെ നമ്മൾ ഒന്നും വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കൂട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും നല്ല സേഫായിട്ട് മതിലയിൽ നല്ല ഫിക്സ് ആയിട്ടിരിക്കുന്ന കൂടാണത്. അതെന്ത് സംഭവിച്ചാലും താഴത്തേക്ക് വീഴത്തില്ല. ബിൽഡ് ചെയ്ത് ഫിക്സ് ആക്കി വെച്ചേക്കുന്നതാണ്. അത് ഈ കണ്ടോ, ഇതിൻ്റെ അകത്ത് സാധാരണ ഞങ്ങൾ ഒരു ആണിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ലോക്ക് ചെയ്തു. കാരണം പുറത്തുനിന്ന് തള്ളിയാലും അകത്തുനിന്ന് വലിച്ചാലും ഡോറ് തുറക്കുന്നു പോകാത്ത രീതിയിലാണ് വെച്ചേക്കുന്നത്. 2 കള്ളിയിലും ഞങ്ങൾ ആണിയാണ് വെച്ചേക്കുന്നത്. ആണി പെട്ടെന്ന് ഊരിയെടുക്കുകയും ചെയ്യാം. എന്നാൽ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോരത്തൂല. അങ്ങനെ രീതിയിലാണ് വെച്ചേക്കുന്നത്. ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഇവിടെ പട്ടി വന്നായിരുന്നു. ശരിക്കും ഞങ്ങളുടെ ഈ ഫുൾ കോമ്പൗണ്ട് മതിൽക്കെട്ടാണ്. ഇതിൻ്റെ അകത്ത് പട്ടി കയറാറില്ല. പക്ഷേ ഫ്രണ്ട് ഗേറ്റ് തുറന്ന് കിടക്കുമായിരുന്നു. അതുകൂടാതെ ഇന്നലെ നമുക്കിവിടെ നല്ല മഴയായിരുന്നു. നല്ല രീതിയിൽ നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മഴയും ഇടിവെട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മഴയത്തെങ്ങാണ്ട് പട്ടികൾ വന്നതാണ്. പക്ഷെ ഞാൻ ഇന്നലെ വീട്ടിൽ ഉണ്ടായില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ വീട് അടഞ്ഞു കിടക്കും. വീട്ടിൽ ആരും ഇല്ല. അനക്കം പോലും കേൾക്കാത്ത രീതിയിലായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും 5 പട്ടിയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം കണ്ടത്. അങ്ങനെ ഓടി വന്ന് ഞങ്ങൾ കോഴിക്കൂടെ മൊത്തം നോക്കി. അപ്പം നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ട് നമ്മുടെ കോഴികളൊക്കെ സേഫാണ്, ഒന്നും നഷ്ടപ്പെടില്ല, അത് നമുക്ക് സേഫായിട്ടുള്ള കൂടുകളിലാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞങ്ങൾ വന്ന് നോക്കിയത്. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. പക്ഷേ അന്നേരമാണ് ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം മനസ്സിലായത്. കാരണം ഞങ്ങൾ ആ കൂട്ടിൽ ഒരു ചെറിയൊരു കമ്പ് വെച്ചാണ് ഞങ്ങൾ ലോക്ക് ചെയ്തത്. കാരണം പിന്നെ കോഴി പുറത്തുനിന്ന് തുറന്ന് പോരില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നൊരു രീതിയിൽ പട്ടിയൊന്നും കയറത്തില്ല. ഫുൾ മതിൽ കേട്ടല്ല, അതിനകത്തേക്കൊന്നും പട്ടിയൊന്നും ഇതുവരെ കയറാറില്ല. ജസ്റ്റ് പാസ് ചെയ്ത് പോയാലും പട്ടി പിടിച്ചൊന്നും നമ്മുടെ കോഴികളൊന്നും കൊണ്ടുപോകാറില്ല. കാരണം എല്ലാ കൂടും സേഫാണ്, നല്ല സെക്യൂരിറ്റി വയ്ക്കുന്ന കൂടുകളാണ്. അതിൻ്റെ ഒരു എണ്ണത്ത് ചാടി കയറി ഒന്നും കൊണ്ടുപോകാറില്ല. അപ്പോൾ അങ്ങനെ ഇതാക്കിയപ്പോഴത്തേക്കും ഞങ്ങൾ അത് ഒരു ചെറിയൊരു കമ്പ് വെച്ച്, ഓവർ കോൺഫിഡൻസ് ആണ് അവിടെ സംഭവിച്ചത്. ഓവർ കോൺഫിഡൻസ് കാരണം ഒരു കമ്പ് വെച്ച് ലോക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി വൈകുന്നേരം എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം തീറ്റ കൊടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ട് അങ്ങനെ പോയി. 4 അതിൻ്റെ അകത്ത് ഗിനിക്കോഴിയാണ് ഉണ്ടായിരുന്നത്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം. അതിൻ്റെ അകത്ത് ഞാൻ ഗിനിക്കോഴി, കരിങ്കോഴി, അതുപോലെ നാടൻ കോഴിയൊക്കെയാണ് ഞാൻ അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിരുന്നത്. കരിങ്കോഴി ഇപ്പം അതിൻ്റെ അകത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഗിനിക്കോഴി ബാക്കി 6 നമ്മൾ ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. 4 ഗിനിക്കോഴീനെ ഞാൻ എൻ്റെ അടുത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ 4 പട്ടി കംപ്ലീറ്റ് ആയിട്ട് പിടിച്ച് അതിനെ 4 തിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടാണ് പോയത്. അത് ഭയങ്കര ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം നമ്മളുടെ ഒരു അശ്രദ്ധക്കുറവ് കൊണ്ട് 4 ജീവൻ പോയി എന്നൊരു ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇതൊക്കെ വളർത്തുമ്പോൾ ഇവർ നമ്മളൊരു ബിസിനസ്സായിട്ട് മാത്രമല്ല ചെയ്യുന്നത്, അവർ നമ്മുടെ ഒരു കുട്ടികളെപ്പോലെ, ഇല്ലെങ്കിൽ അവർ പെറ്റ്സിനെ ഇഷ്ടപ്പെട്ട് വളർത്തുന്നവർക്കറിയാം അവരെത്രമാത്രം കെയർ ചെയ്തും അവർക്ക് എത്രമാത്രം ഇഷ്ടത്തോടെ വേണം ഓരോ സാധനത്തിനെ വളർത്തിയെടുക്കാമെന്ന്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഓരോ ഐറ്റംസിനെയും ഞങ്ങൾ വളർത്തുന്നെടുക്കുന്നത്. ഞങ്ങൾ സെയിൽ ചെയ്യുക എന്ന ഉദ്ദേശം മാത്രമല്ല, അത് നമുക്ക് വളർത്തുമ്പോഴും അതിൻ്റെതായ ഒരു സ്നേഹവും അതുങ്ങളോടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നഷ്ടപ്പോയി. ഇന്നലെ രാത്രി ഭയങ്കര ഇതായിപ്പോയി, ഭയങ്കര സങ്കടമായിപ്പോയി. അത് നമ്മുടെ ഒരു അബദ്ധം കൂടി ആകുമ്പോഴത്തേക്കും നമുക്കുണ്ടാവുന്ന വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു പക്ഷേ ഞങ്ങൾ ആ കൂട് കുറച്ച് ലോക്കൽ നെറ്റ് കൊണ്ടാണ് ചെയ്തിരുന്നതെങ്കിൽ അതിൻ്റെ ഉണ്ടാകുന്ന ബാക്കി കംപ്ലീറ്റ് കോഴികളെ പിടിക്കുമായിരുന്നു. അതിനകത്ത് കരിങ്കോഴി ഒരു 10-15 കരിങ്കോഴിയും ഒരു 10-15 നാടൻ കോഴിയൊക്കെ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എല്ലാം ഒരു പട്ടി പിടിച്ച് കംപ്ലീറ്റ് തിന്നില്ലെങ്കിലും എല്ലാത്തിനെയും പിടിച്ച് കൊന്നു കളഞ്ഞാൽ ഒരു 10-35 കോഴികളെ തിന്നു കളഞ്ഞു. ആ കൂടിന് അത്ര സ്ട്രോങ് കൊണ്ട് മാത്രമാണ്, ഒരു 5-6 പട്ടി അങ്ങനെ ഉണ്ടായിരുന്നു. ആ കൂട് അത്ര സ്ട്രോങ് ആയതുകൊണ്ട് മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്ന ഒരു 10-30 കോഴികൾക്ക് യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാവാതെ അതിൻ്റെ തന്നെ ഉണ്ടായിരുന്നത്. ഈ 4 കോഴി വെച്ചാൽ ഈ ഒരു ആ ലോക്കിൻ്റെ ഒരു ചെറിയൊരു അതിൽ 2 ഇട്ടേച്ച ഒരു ആണിക്കഷ്ണം ഇതിലിട്ടാൽ മതിയായിരുന്നു. ആ ഒരു ഇടാൻ ഒരു എന്തോ അതൊരു മിസ്സായി പോയതിൻ്റെ ഒറ്റ പ്രോബ്ലം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ 4 കോഴികൾ മിസ്സായത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പം ആ ചെറിയൊരു മെഷാണ് അല്ലെങ്കിൽ കട്ടി കുറഞ്ഞൊരു മെഷ് കൊണ്ടാണ് നമ്മൾ കോഴിക്കോട് ചെയ്യണമെങ്കിൽ ആ കോഴിക്കോട് ആ പട്ടികളെല്ലാം കൂടി വന്ന് ചാടി കടിച്ച് കയറുമ്പോഴത്തേക്ക് ആ നെറ്റെല്ലാം ചളുങ്ങി പൊട്ടി പോവുകയും ചെയ്യും. കംപ്ലീറ്റ് എല്ലാ കോഴികളും അത് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കൂട് ഉണ്ടാക്കുമ്പോഴത്തേക്കും നെറ്റ് കേജ് ആണെങ്കിൽ എന്തുണ്ടാക്കുമ്പോഴും കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കേജിൽ തന്നെ ഉണ്ടാക്കണം. നമ്മൾ ആദ്യം മുതൽ മുടക്കുമ്പോഴത്തേക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൂട് ചെയ്താൽ മാത്രമേ നമുക്ക് എപ്പോഴും നല്ല സേഫ് ആയിട്ടുള്ള കൂടുണ്ടായി. ഇപ്പം ഇത് നമ്മൾ എല്ലാ കൂടുകളും നല്ല നെറ്റായിട്ടും നല്ല സേഫായിട്ടും നല്ല പെർഫെക്റ്റിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നും ഒരു ലോക്കലായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളുടെ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ ചെയ്തതുമാണ്. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് പോലും നമ്മൾ വലിയൊരു നഷ്ടത്തിലേക്ക് വരുത്തും. അപ്പം അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ കാക്കകൾ ആ കൂടിനൊരു വേറൊരു ഇതും കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ കുഞ്ഞു കോഴികളെ കൊണ്ടിടുമ്പോഴത്തേക്കില്ലേ, ഈ വലിയ കാക്കകളില്ലേ, വള്ളാൻ കാക്ക എന്ന് പറയും നമ്മുടെ ഇവിടെയൊക്കെ, കാക്കകളിലൊരു വലിപ്പമുള്ളൊരു കാക്കയില്ലേ, ആ കാക്ക സാധാരണ നോർമൽ കാക്കയല്ല, വള്ളാൻ കാക്ക എന്നാണ് നമ്മുടെ നാടുകളിൽ പറയുന്നത്. ഓരോ നാടുകളിലും ഓരോ പേരായിരിക്കും. സാധാരണ വലിപ്പത്തിലുള്ള കാക്കിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ളൊരു കാക്ക, ആ കാക്ക കാലിലേട്ട് വന്ന് കുത്തി വലിക്കും. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളെ, തീരെ പൊടി കുഞ്ഞുങ്ങളെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് നെറ്റിലേക്ക് ഇടുമ്പോഴത്തേക്കും ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നെറ്റ് കേജാണ് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് നല്ലത്. പക്ഷേ എന്നിരുന്നാലും പൊടി കുഞ്ഞുങ്ങളിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഓപ്പണായിട്ട് ഇങ്ങനെ പുറത്ത് കാക്കകൾ കാണുന്ന രീതിയിൽ ഒന്നും ഇടവെക്കരുത്. ഒരു കൂടിനകത്ത് കൊണ്ടുപോയിട്ട് ഒരു കേജിൽ വെക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഓൾറെഡി ഈ കൂടിനകത്ത്, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ കൂടിനകത്ത് നമ്മൾ 3-4 കൂടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുഞ്ഞു കോഴികൾക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കാക്ക കയറിയോ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ സേഫായിട്ട് ഇരുന്നോളും. അതുകൊണ്ട് അപ്പോൾ വലിയ കോഴികൾക്ക് മണ്ണ് കുഴപ്പമില്ല. പക്ഷേ പൊടി കോഴികൾക്ക് എപ്പോഴും നെറ്റ് കേജാണ് കുറച്ചുകൂടി നല്ലത്. കാരണം അവരുടെ കാഷ്ടമൊക്കെ താഴത്തേക്ക് പോയും കൂടെ എപ്പോഴും ക്ലീൻ ആയിരിക്കണം കൊണ്ട് തന്നെ കോഴികൾക്ക് അസുഖങ്ങൾ വരില്ല. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട്. അപ്പം നിങ്ങൾ കോഴിക്കോട് ചെയ്യണവരാണെങ്കിലും ഒക്കെ കിളികളുടെ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നവർ ആദ്യം കുറച്ച് മുതൽ മുടക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്ട്രോങ് ആയ നല്ല നെറ്റ് തന്നെ ചെയ്ത് നല്ലപോലെ സ്ട്രോങ്, ഒരു പട്ടി വന്ന് ചാടി കഴിഞ്ഞാൽ നെറ്റ് പൊട്ടിപ്പോകാത്ത രീതിയിലുള്ള, കുറച്ചല്ലെങ്കിൽ മറിഞ്ഞ് വീഴാത്ത രീതി, കൂടും മറിഞ്ഞ് താഴ്ത്തി വീഴാത്ത രീതിയിലുള്ള ഒരു കൂടാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കോഴികൾക്ക് ഒന്നും സംഭവിക്കത്തില്ല. ഇപ്പോൾ ഒരു 5 പട്ടി വന്നാലും 10 പട്ടി വന്നാലും നിങ്ങളുടെ കോഴികൾക്ക് യാതൊരു സംഭവിക്കില്ല. ഇപ്പം ഞങ്ങളുടെ 4 കോഴി പോയത് ആ ഒരു ഡോറ് ലോക്ക് ചെയ്യാൻ
വിട്ടുപോയതിൻ്റെ ഒറ്റൊരു കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ കോഴി ഒന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ നിങ്ങളും കെയർഫുള്ളായിട്ട് നോക്കുക, നിങ്ങളുടെ കോഴികളൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.